ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓണമൊക്കെ അല്ലേ വരുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഓരോ വീട്ടിലും പല രീതിയിലായിരിക്കും അവിയൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അവിയൽ ഉണ്ടാക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ചേന, മുരിങ്ങയ്ക്ക, പടവലങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, കത്തിരിക്ക, കോവയ്ക്ക, ഉരുളക്കിഴങ്ങ്, ഇത്ര ഐറ്റംസാണ്. ഇതിൽ ചേനയും ഉരുളക്കിഴങ്ങും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് മതി. അതുപോലെ കത്തിരിക്കയ്ക്ക് പകരം വഴുതനങ്ങ ആയാലും മതി. ഇത്ര ഐറ്റംസ്, കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ എരിവിന് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്തുടയാൻ പാടില്ല. വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ടാണ് ഒഴിക്കാനായിട്ട്. ഈ സമയത്തിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഒരു അരക്കപ്പ് തേങ്ങയും 4-5 ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതുപോലൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ട് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഒന്നും ഉടഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ അവിയലിൻ്റെ പരിപാടി എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.